Hello guys, welcome back to my YouTube channel Medical Study with me Anu, myself Anupama. So, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈക്രോബയോളജിക്കകത്തുള്ള സിഫിലിസ് ടോപ്പിക്കാണ്. ഓക്കെ, സിഫിലിസിനകത്ത് അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസംസ്, ദെൻ പാത്തോജനസിസ്. പാത്തോജനസിസ് തന്നെ സിഫിലിസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ പാത്തോജനസിസ്. അതിൽ തന്നെ ഒരു 5 ടൈപ്പ്, ഒരു 5 പാത്തോജനസിസ് അല്ല, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ തന്നെ ഒരു 5 ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി, ലേറ്റ്, ഓക്കെ, കൺജെനിറ്റൽ, ഇങ്ങനെയൊക്കെ. സോ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ക്ലിനിക്കൽ ലാബ് ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഒഴിച്ച് ബാക്കിയെല്ലാം ഫസ്റ്റ് പാർട്ട് വീഡിയോയിലാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് ക്ലിനിക്കൽ ലാബ് ഡയഗ്നോസിസും പിന്നെന്താ ട്രീറ്റ്മെൻറ്റും സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ വരുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, പാത്തോജനസിസ്, കോസേറ്റീവ് ഓർഗാനിസംസ്, ഇതിനെയൊക്കെ കുറിച്ചാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിഫിലിസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസമാണ് ട്രിപ്പോണിമ പല്ലിഡം. ഈ ട്രിപ്പോണിമ പല്ലിഡത്തിൻ്റെ നെയിം മീനിങ് ഫസ്റ്റ് നോക്കാം. ട്രിപ്പോ മീൻസ് ടേൺ ആൻഡ് നിമ മീൻസ് ത്രെഡ് ആൻഡ് പല്ലിഡം മീൻസ് പെയിൽ സ്റ്റേണിങ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ടേൺസ് ഉള്ള ത്രെഡ് ലൈക്ക് തിങ്, ദാറ്റ് മീൻസ് സ്പൈറൽ ഷേപ്പ്, റൈറ്റ്? സോ it's a spirochete with a fine spiral having pointed ends. അതാണ് ടേൺസും ത്രെഡുകളുണ്ട് സ്പൈറൽ എന്നൊരു വാക്ക് ഓർത്ത് വെക്കുക. കൂടാതെ പല്ലിഡം എന്ന് പറയുമ്പോൾ ദേ ആർ പെയിൽ സ്റ്റേണിങ് പ്രോപ്പർട്ടി, ദേ ഹാവ് പെയിൽ സ്റ്റേണിങ് പ്രോപ്പർട്ടി. ദേ ആർ ദി കമൻസൽസ് ഓഫ് മൗത്ത് ആൻഡ് ജെനൈറ്റേലിയ ആണ്. ബട്ട് ഫ്യൂ സ്പീഷീസ് ഓഫ് ദിസ് Triponema pallidum are pathogenic. Triponema, few species are pathogenic, but they are normally commensals of mouth and genitalia. So, what are Triponema? Triponema are the organism which causes syphilis, and they are the spirochetes with fine spiral having pointed ends, and they are the commensals of mouth and genitalia. This is a sexually transmitted infection. Then pathogenesis of syphilis. പാത്തോജനസിൽ ഫസ്റ്റ് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷനകത്ത് ഇറ്റ് ക്യാൻ ബി എയ്തർ വെനീറൽ സിഫിലിസ് ഓർ നോൺ വെനീറൽ സിഫിലിസ്. വെനീറൽ സിഫിലിസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ കോൺടാക്ട്, വെറാസ് നോൺ വെനീറൽ സിഫിലിസ് ആർ transmitted through direct contact, blood transfusion or transplacental transmission. Through blood transfusion ഉണ്ട്, from mother to child, transplacental transmission, or through direct contact. Then spread. How this syphilis spread? Okay, first of all, they penetrate the ട്രിപ്പോണിമ പല്ലിഡം ഉണ്ടല്ലോ. ഈ ട്രിപ്പോണിമ പല്ലിഡം ഏതെങ്കിലും സ്പിന്നിൽ ഒരു കുഞ്ഞ് അബറേഷൻ വന്നിട്ട് സ്കിന്നോ മ്യൂക്കസ് മെമ്പറൈനിലോ എന്തെങ്കിലും കുഞ്ഞ് അബറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ദി ട്രിപ്പോണിമ പല്ലിഡം പെനെട്രേറ്റ് ചെയ്യും. ഒരു മൈന്യൂട്ട് പോർ മതി, മൈന്യൂട്ട് അബറേഷൻ മതി അവർക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട്. ഒരു പെനിട്രേറ്റ് സ്കിന്നിൽ നിന്നും മ്യൂക്കോസിൽ നിന്നൊക്കെ, മ്യൂക്കോസിയിലും സ്കിന്നിലൂടെ ഇത് പെനിട്രേറ്റ് ചെയ്തിട്ട് ലിംഫാറ്റിക്സ് ആൻഡ് ബ്ലഡിലേക്കായിരിക്കും ഇത് എൻ്റർ ചെയ്യുന്നത്. ലിംഫിലേക്കും ലിംഫാറ്റിക്സ് ആൻഡ് ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഇപ്പോൾ ബ്ലഡിലാണല്ലോ, ബ്ലഡിൽ ഇപ്പോൾ സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. സിസ്റ്റമിക് ഇൻഫെക്ഷൻ ആൻഡ് മെറ്റാസ്റ്റാറ്റിക് ഫീവർ. ഈ ബ്ലഡിലൂടെ കലർന്നിട്ടുള്ള ഈ സിഫിലിസിൻ്റെ ഈ ട്രിപ്പോണിമ പല്ലിഡം ഉണ്ടല്ലോ, ഇവരെന്ത് ചെയ്യും? പല ഓർഗൻസിലേക്ക് എത്തും. അങ്ങനെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ആൻഡ് മെറ്റാസ്റ്റാറ്റിക് ഫോക്കി ഉണ്ടാക്കും. And incubation period for this syphilis is 10 to 90 days ആണ് വരുന്നത്. 10 to 90 days, around 3 months. സോ പത്തോജൻസിൽ പറയുന്നത് ആകെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അബ്രേറ്റഡ് സ്കിന്നിലൂടെ എന്ത് ചെയ്യും? ഈ ഓർഗാനിസം കയറും, പെനിട്രേറ്റ് ചെയ്യും. അതിനുശേഷം ലിംഫാറ്റിക്സ് ആൻഡ് ബ്ലഡിലേക്ക് എൻട്രി ചെയ്യും. എന്നിട്ട് അവർ സിസ്റ്റമിക് ഇൻഫെക്ഷൻ ആൻഡ് മെറ്റാസ്റ്റാറ്റിക് ഫോക്കെ ഉണ്ടാക്കും, പ്രൊഡ്യൂസ് ചെയ്യും. Then clinical manifestations. Clinical manifestation mainly syphilis in 4 type of clinical manifestations ഉണ്ട്. First of all, primary syphilis, secondary syphilis, latent syphilis, and late or tertiary syphilis. അത് കൂടാതെ congenital syphilis. So there are 5 clinical manifestations. 4 stages ആണുള്ളത് clinical manifestation. അത് കൂടാതെ congenital കൂടെ ഉണ്ട്. First of all, primary syphilis. പ്രൈമറി സിഫിലിസ് എന്ന് പറയുമ്പോൾ എന്താ? പ്രൈമറി സിഫിലിസ് എന്ന് പറയുമ്പോൾ പ്രൈമറി ആയിട്ടുള്ള ഹാർഡ് ഷാൻകർ ആയിരിക്കും. പ്രൈമറി ഹാർഡ് ഷാൻകർ, സിംഗിൾ പെയിൻലെസ് ഹാർഡ് ഇൻഡുറേറ്റഡ് അൾസേഴ്സ് കവേർഡ് ബൈ എ തിക്ക് എക്സുഡേറ്റ് റിച്ച് ഇൻ സ്പൈറോക്കീറ്റ്. സോ ഇവിടെ ഒരു ഇൻഡുറേഷൻ, ഹാർഡായിട്ടുള്ളൊരു ഇൻഡുറേഷൻ വരുന്നുണ്ട്. സിംഗിൾ ആയിട്ടുള്ള പെയിൻലെസ് ആയിട്ടുള്ളൊരു ഹാർഡ് ഇൻഡുറേഷൻ വരുന്നുണ്ട്. ഇൻഡുറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഇറപ്ഷൻ അല്ലേ, ഇറോഷൻ പോലെ. ഇൻഡുറേറ്റഡ് അൾസർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഹാർഡായിട്ടുള്ളൊരു ഇൻഡുറേറ്റഡ് അൾസർ ഫോം ചെയ്യും. കവേർഡ് ബൈ എ തിക്ക്
എക്സുഡേറ്റ് റിച്ച് ഇൻ സ്പൈറോസൈറ്റ്സ്. സ്പൈറോക്കീറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഒരു തിക്ക് എക്സുഡേറ്റ് ഈ ഒരു ഇൻഡുറേഷനിൽ കാണാൻ കഴിയും. ദേ ആർ ഹാർഡ് ഇൻഡുറേറ്റഡ് അൾസർ ഫോർമേഷനാണ്. സിംഗിൾ ആൻഡ് പെയിൻലെസ് ആയിരിക്കും ഇവർ. ആൻഡ് മെയിൻലി സൈറ്റ് അറിയണ്ടേ, മെയിൽസിനാണെങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ പെനിസ്, വേറാസ് ഇൻ ഫീമെയിൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ സെർവിക്സ് ഓർ ലേബിയ. ദെൻ റീജിയണൽ ലിംഫാഡിനോപ്പതി. റീജിയണൽ ലിംഫാഡിനോപ്പതി എന്ന് പറയുമ്പോൾ ദേ അപ്പിയർ വിത്തിൻ 1 week ഓഫ് ഓൺസെറ്റ് ഓഫ് ദ സ്കിൻ ലീഷൻ. സ്കിൻ ലീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു വിത്തിൻ 1 week തന്നെ ലിംഫാഡിനോപ്പതീസ് ഒക്കെ അപ്പിയർ ആവും. ആൻഡ് ദ ലിംഫ് നോട്ട്സ് ആർ പെയിൻലെസ്, ഫേം, നോൺ സുപ്പറേറ്റീവ് ആൻഡ് ഓഫൺ ബൈലാറ്ററൽ. രണ്ട് സൈഡിലും കാണും. ദേ റിമെയിൻ ഫേം ആൻഡ് പെയിൻലെസ് ലിംഫ് നോട്ട്സ്. ഓക്കെ, ദെൻ ഹീൽസ് വിത്തിൻ 4 to 6 weeks. 4 to 6 weeks കൊണ്ട് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് പ്രൈമറി സിഫിലിസ് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ഹീൽഡ്. ബട്ട് ലിംഫാഡിനോപ്പതി വിൽ പെർസിസ്റ്റ് ഫോർ മന്ത്സ്. ലിംഫാഡിനോപ്പതി പെർസിസ്റ്റ് ചെയ്യും, ബട്ട് 4 to 6 week ട്രീറ്റ്മെൻറ്റിലൂടെ ഹീലാവും പ്രൈമറി സിഫിലിസ്. If acquired by the non-venereal mode as follows, then direct contact-ലൂടെ primary chancre on finger can transmit infection. Non-venereal mode ആണ്. or through the blood transfusion. blood transfusionലൂടെ ആണെങ്കിൽ ഈ ഷാൻകർ വരത്തില്ല. ഓക്കെ, അല്ലാത്ത സിഫിലിസിൻ്റെ സിംറ്റംസ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് മാത്രമേ വരത്തുള്ളൂ. ദെൻ ഈ സിഫിലിസിനെ ഗ്രേറ്റ് പ്രിട്ടൻഡർ എന്ന് വിളിക്കും. വൈ സിഫിലിസ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റ് പ്രിട്ടൻഡർ? ബിക്കോസ് സിഫിലിസിന് മിമിക് ചെയ്യാൻ പറ്റും. സിഫിലിസ് വിൽ മിമിക് അതർ ഡിസീസസ്. ഇൻ കേസ് ഇത് സിവിയർ ആവും തോറും വേറെ ഡിസീസുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ടാവും. ലൈക്ക് ദ മിമിക് അതർ ഡിസീസസ്. ഏതൊക്കെ ഡിസീസാണ് നമുക്കറിയാം? മെയിൻലി HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിലായിരിക്കും കുറച്ചും കൂടെ. ലെപ്രസി, HIVs, അങ്ങനത്തെ കുറേ ഇപ്പോൾ പറയുന്നുണ്ട്, അങ്ങോട്ട് പോകെ പറയും. ഫസ്റ്റ് സെക്കൻഡറി സിഫിലിസ്. സെക്കൻഡറി സിഫിലിസ് എന്ന് പറയുമ്പോൾ 6 to 12 weeks ആഫ്റ്റർ ഹീലിംഗ് ഓഫ് പ്രൈമറി ലീഷൻ ഈ സെക്കൻഡറി സിഫിലിസ് ഉണ്ടാകും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു 4 to 6 weeksനുള്ളിൽ തന്നെ ഈ അൾസറൊക്കെ ഹീൽ ചെയ്ത് തുടങ്ങും. വൺസ് അത് ഹീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡറി സിഫിലിസ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. സെക്കൻഡറി സിഫിലിസ് എന്ന് പറയുമ്പോൾ 6 to 12 weeks കഴിയുമ്പോൾ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 6 to 12 weeks കഴിയുമ്പോഴത്തേക്കും ഈ പ്രൈമറി ലീഷൻ്റെ ഹീലിംഗ് ആണ് പറയുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ്? ബിക്കോസ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്കിൻ റാഷസ്, കോണ്ടൈലോമാറ്റ ലേറ്റ, മ്യൂക്കോസൽ പാച്ച് ആൻഡ് ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി. നമ്മൾ പറഞ്ഞു ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി പെർസിസ്റ്റൻറ്റ് 4 months ആണ്. അപ്പോൾ സെക്കൻഡറി സിഫിലിസിലും ജനറലൈസ്ഡ് ആയിട്ടുള്ള ലിംഫാഡിനോപ്പതി കാണാൻ പറ്റും. അത് കൂടാതെ മ്യൂക്കോസൽ പാച്ച്, സം ഇറോഷൻസ് കാണാൻ പറ്റും മ്യൂക്കോസൽ പാച്ചിൻ്റെ. അത് കൂടാതെ സ്കിൻ റാഷസ് ഉണ്ടാകും. കോണ്ടൈലോമാറ്റ ലാറ്റ. എന്താണ് ഈ കോണ്ടൈലോമാറ്റ ലാറ്റ? ഇറ്റ്സ് എ മ്യൂക്കോ ക്യൂട്ടേനിയസ് പാപ്യൂൾസ് ആണ്. പാപ്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താ? കുരു. ഓക്കെ, മ്യൂക്കോ ക്യൂട്ടേനിയസ്, മ്യൂക്കസ് ക്യൂട്ടേനിയസ് ആണ്, സ്കിന്നിൻ്റെ പുറത്തുള്ളത്. സോ മ്യൂക്കോ ക്യൂട്ടേനിയസ് പാപ്യൂൾസ് എവിടെ കാണുന്നത്? ഇൻ്റർട്രൈഗോ എന്ന് പറയുമ്പം ഇൻ ഫോൾഡ് ഏരിയ, ഇൻ്റർട്രൈഗസ് ഏരിയ. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ലാർജ് പിങ്ക് ടു ഗ്രേ ലീഷൻ. ലാർജ് പിങ്ക് ടു ഗ്രേ കളറിലെ ലീഷനായിട്ടായിരിക്കും എവിടെ കാണുന്ന? ഫോൾഡിൽ കാണുന്ന സംഭവം എന്താ? മ്യൂക്കോ ക്യൂട്ടേനിയസ് പാപ്യൂൾസ് ആണ്. നൗ ലേറ്റന്റ് സിഫിലിസ്. ലേറ്റന്റ് സിഫിലിസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ പ്രൈമറി പറഞ്ഞു, സെക്കൻഡറി പറഞ്ഞു. പ്രൈമറി എന്ന് പറയുമ്പം ഹാർഡ് ഷാൻകറൊക്കെ വരുന്നത്, ഷാൻകർ കാണുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കൂടാതെ കുറച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമുക്ക് കൂടുതലായിട്ട് ക്യാരക്ടറൈസ്ഡ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. സ്കിൻ റാഷസ്, കോണ്ടൈലോമ ലാറ്റ, അതുപോലത്തെ കുറച്ച് മ്യൂക്കോസൽ ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതി, മ്യൂക്കോസൽ റാഷസ്, പാച്ചസ്, ഇങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. ലേറ്റന്റ് സിഫിലിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഈസ് നോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. സോ സിഫിലിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്ലിനിക്കലി പറയാൻ പറ്റില്ല. ബട്ട് വിത്ത് സിറോളജിക്കൽ ടെസ്റ്റ് ഈ സിഫിലിസിൻ്റെ ട്രിപ്പോണിമ പലരും വിൽ ബി പ്രസൻറ്റ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ബൈ സിറോളജിക്കൽ ടെസ്റ്റിംഗ്. ദിസ് ഈസ് ആബ്സെൻസ് ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സിഫിലിസ് വിത്ത് പോസിറ്റീവ് സിറോളജിക്കൽ ടെസ്റ്റ് ഫോർ സിഫിലിസ്. സിഫിലിസിൻ്റെ സിറോളജിക്കൽ ടെസ്റ്റ് റിമെയിൻ പോസിറ്റീവ്, ബട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഒന്നും തന്നെ കാണിക്കില്ല, ആബ്സെൻ്റ് ആയിരിക്കും. സോ പേഷ്യൻസ് സ്റ്റിൽ ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻസ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, എയ്തർ ബൈ ദി ബ്ലഡ് സ്ട്രീം ഓർ ഇൻ യൂട്രോ, ത്രൂ മദർ ടു ചൈൽഡ്. അതായത് ഇൻ യൂട്രോ വഴി അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീം വഴി ഈ പേഷ്യൻറ്റ് സ്റ്റിൽ ഏബിൾ ടു ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻസ്. ഓക്കെ, ദെൻ
ഫേറ്റ് ഓഫ് ലേറ്റൻറ്റ് സിഫിലിസ് എന്താ? ഫേറ്റ് ഓഫ് ലേറ്റൻറ്റ് സിഫിലിസ് എന്ന് പറയുമ്പം ദേ ആർ പെർസിസ്റ്റൻറ്റ്. വൺസ് ഈ ലേറ്റൻറ്റ് സിഫിലിസിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ സിഫിലിസ് റിമെയിൻ പെർസിസ്റ്റൻറ്റ്, ലൈഫ് ലോങ് പെർസിസ്റ്റൻറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലേറ്റ് സിഫിലിസ്, സ്പോണ്ടേനിയസ് ക്യൂർ ചിലവർക്ക് വരും. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും ക്യൂർ, ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെ സ്പോണ്ടേനിയസ് ക്യൂർ ആയിരിക്കും വരുന്നത്. അത് ഷുവർ അല്ല, സംടൈംസ്, അല്ലെങ്കിൽ ദി ഇൻഫെക്ഷൻ റിമെയിൻ പെർസിസ്റ്റൻറ്റ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. ദെൻ ലേറ്റൻ്റ് ഓർ ടെറിഷറി സിഫിലിസ്. ലേറ്റൻ്റ് ഓർ ടെറിഷറി സിഫിലിസ് എന്ന് പറയുമ്പം ഇതെന്ന് പറയുമ്പോൾ പ്രൈമറിയും സെക്കൻഡറി ആൻഡ് ലേറ്റൻറ്റ് സിഫിലിസും ഇതിനകത്ത് ഒന്നും അൺട്രീറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ. അങ്ങനെ അൺട്രീറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് കൂടുതലായിട്ടും ലേറ്റ് ഓർ ടെറിഷറി സിഫിലിസ് ഉണ്ടാവുന്നത്. സോ ഇഫ് അൺട്രീറ്റഡ് ദേ ഡെവലപ്പ് എ ടെറിഷറി സിഫിലിസ്. ടെറിഷറി സിഫിലിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഓർക്കണ്ടേ? ഗുമ്മ, ദാറ്റ് ഇസ് ഗ്രാനുലോമാറ്റസ് ലീഷൻ. ന്യൂറോസിഫിലിസ്, അത് സീനസിനെ എഫക്ട് ചെയ്തു, സി വി എസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. കാർഡിയോ വാസ്കുലർ സിഫിലിസ് നമുക്ക് പറയാം. ഗുമ്മ എന്ന് പറയുമ്പോൾ ഗ്രാനുലോമാറ്റസ്. ദെൻ സി എൻ എസിനെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, ന്യൂറോസിഫിലിസ്. സി വി എസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, സി വി എസ്, കാർഡിയോ വാസ്കുലർ സിഫിലിസ്. സോ വാട്ട് ഈസ് ഗുമ്മ? ഗുമ്മ എന്ന് പറയുമ്പം ലേറ്റ് ബെനൈൻ സിഫിലിസ് ആണ്. ലേറ്റ് ബെനൈൻ സിഫിലിസ്. And this late benign syphilis is a local destructive granulomatous lesion seen in bone and skin. ബോണിലും സ്കിന്നിലും കാണുന്ന ലേറ്റ് ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള പർട്ടിക്കുലർ ഏരിയയിലുള്ളത് ലോക്കലായിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് ഗ്രാനുലോമാറ്റസ് ലീഷനാണ് ഗുമ്മ ഓർ ലേറ്റ് ബിനൈൻ സിഫിലിസ്. ദെൻ ന്യൂറോസിഫിലിസ് എന്ന് പറയുമ്പോൾ എന്താ? സീനസിനെയാണല്ലോ എഫക്ട് ചെയ്യുന്നത്. ലേറ്റ് ആകുമ്പോഴത്തേക്കും ഇത് സീനസിലെയും സീനസ് സിസ്റ്റത്തിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യും. സോ ന്യൂറോസിഫിലിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് കോസസ് ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എങ്ങനെയാണ്? chronic meningitis, vasculitis, general paresthesia, general paresis of insane and tabes dorsalis. സോ ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷനായിട്ട്. ക്രോണിക് മെനിഞ്ചൈറ്റിസ് സീനസിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ക്രോണിക് മെനിഞ്ചൈറ്റിസ്, വാസ്കുലൈറ്റിസ്, ജനറൽ പാരിസ് ഓഫ് ഇൻസൈൻ ആൻഡ് ടേബിസ് ഡോർസാലിസ്. ഈ രണ്ടെണ്ണം ഓർക്കുക, ക്രോണിക് മെനിഞ്ചൈറ്റിസും വാസ്കുലൈറ്റിസും. ദെൻ കാർഡിയോ വാസ്കുലർ സിഫിലിസ് എന്ന് പറയുമ്പോൾ എന്താ? കാർഡിയോ വാസ്കുലർ എന്ന് പറയുമ്പോൾ സി വി എസ് ഹാർട്ട് റിലേറ്റഡ് ആയി അല്ലേ. ഇറ്റ് കോസസ് അന്യൂറിസംസ് ഓഫ് അസെൻഡിങ് അയോട്ട ആൻഡ് അയോട്ടിക് റീഗർജിറ്റേഷൻ. ബ്ലഡ് വെസൽസിനെ എഫക്ട് ചെയ്യുന്നത്. ഇനി സി എൻ എസിനാണെങ്കിലും വെസൽസിനെയായിരുന്നു എഫക്ട് ചെയ്തത്. വാസ്കുലൈറ്റിസ്, ജനറൽ പാരസ്തീഷ്യസ് ഓഫ് ഇൻസൈൻസ് ആൻഡ് ടേബിസ് ഡോർസാലിസ് എക്സെട്ര. വേറെ സി വി എസിലാണെങ്കിലോ ഇറ്റ് എഫക്ട് അന്യൂറിസം ഉണ്ടാക്കുന്നത്. അന്യൂറിസം മീൻസ് വാട്ട്? Dilatation of ascending aorta or aneurysms of ascending aorta and aortic regurgitations ആണ് സി വി എസിലുള്ള സിഫിലിസിൻ്റെ ഇഫക്റ്റ്. വേറെ കൺജനിറ്റൽ ആണെങ്കിലോ കൺജനിറ്റൽ എന്ന് പറയുമ്പോൾ ഫ്രം മദർ ടു ഫീറ്റൽ ട്രാൻസ്മിഷനാണ് ഇവിടെ വരുന്നത്. സോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് എന്തൊക്കെയായിരുന്നു നമ്മളിപ്പോൾ സിഫിലിസിൽ പറഞ്ഞത്. നമ്മൾ ആദ്യം ക്വസേറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് പറഞ്ഞു, ട്രിപ്പോണിമ പല്ലിഡം. സോ അതിൻ്റെ നെയിം മീനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ദേ ആർ സ്പൈറൽ ഷേപ്ഡ് സ്പൈറോക്കീറ്റ്സ്. സോ സ്പൈറോക്കീറ്റ്സ് വിത്ത് ഫൈൻ സ്പൈറൽസ് ഹാവിങ് പോയിൻറ്റഡ് എൻഡുള്ള ഫൈൻ സ്പൈറൽസ് ആണ് എന്ത്? സിഫിലിസ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടേപ്പറിങ് എൻഡ് ഉണ്ട്, ഫൈൻ ആണ് ആൻഡ് ദേ ആർ സ്ഫിറിക്കൽ ഷേപ്ഡ്. സോ ദേ ആർ സ്ഫിറിക്കൽ, ഫൈൻ ആൻഡ് വിത്ത് ടേപ്പറിങ് എൻഡ്സ്. നമ്മൾ സിഫിലിസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ ക്വസേറ്റീവ് ഓർഗാനിസം പറഞ്ഞു, അതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് പറഞ്ഞു. പിന്നെ അത് സിഫിലിസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. പിന്നെ പാത്തോജനസിൽ എന്താ പറഞ്ഞത്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. വെനേറലും ഉണ്ട്, നോൺ വെനറലും ഉണ്ട്. വെനറൽ എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൽ കോൺടാക്ട് വഴിയും, നോൺ വെനറൽ എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് കോൺടാക്ട് ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാസൻ്റൽ. സ്പ്രെഡ് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു സ്കിൻ അബറേഷൻസ് അല്ലെങ്കിൽ മ്യൂക്കോസയിൽ കുഞ്ഞ് അബറേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ഓർഗാനിസം വിൽ പെനിട്രേറ്റ് ത്രൂ ദി മൈന്യൂട്ട് ആയിട്ടുള്ള അബറേഷനിലൂടെ. എന്നിട്ട് എന്ത് ചെയ്യും? ദേ റീച്ചസ് ലിംഫാറ്റിക്സ് ആൻഡ് ബ്ലഡ്. അങ്ങനെ ദേ പ്രൊഡ്യൂസ് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ആൻഡ് മെറ്റാസ്റ്റാറ്റിക് ഫുക്കൈ. ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 10 to 90 days. ദെൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? പ്രൈമറി സിഫിലിസ് ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ലേറ്റൻ്റ് ഉണ്ട്, ലേറ്റ് ഓർ ടെറിഷറി ഉണ്ട്, ആൻഡ് കൺജനിറ്റൽ ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താ? പ്രൈമറി എന്ന് പറയുമ്പോഴത്തേക്കും ഷാങ്കർ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹീൽ വിത്തിൻ 4 to 6 വീക്സിനുള്ളിൽ ഹീൽ ചെയ്യും. പ്രൈമറി ഷാങ്കർ എക്സ്പ്രസ് ആവും. പ്രൈമറി ഷാങ്കർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പെയിൻലെസ് ഇൻറ്റുറേറ്റഡ് അൾസറാണ് ആൻഡ് തിക്ക് എക്സുഡേറ്റ് ഫോം ചെയ്യുന്നത്. ആൻഡ് പിന്നെന്താ പറയുന്നത്? സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താ? 6 to 12 weeks ആഫ്റ്റർ ദി പ്രൈമറി അൾസർ ഹീൽ ചെയ്ത് കഴിഞ്ഞ് 6 to 12 weeks കഴിയുമ്പോഴാണ് സെക്കൻഡറി അൾസർ ഫോം ചെയ്യുന്നത്. അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്കിൻ റാഷസ്, കോണ്ടൈലോമാറ്റ ലാറ്റ, മ്യൂക്കോസൽ പാച്ചസ് ഓർ ഇറോഷൻസ്, ദെൻ ജനറലൈസ്ഡ് ലിംഫാഡിനോപ്പതീസ് എക്സെട്ര. ദെൻ ലേറ്റ് ആകുമ്പോഴോ? ലേറ്റ് സിഫിലിസ് എന്ന് പറയുമ്പോഴത്തേക്കും ആബ്സെൻസ് ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. അവിടെ ക്ലിനിക്കലായിട്ടൊന്നും മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. വേറെ ദ പേഷ്യൻറ്റ് ഈസ് ഏബിൾ ടു ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻസ് ത്രൂ ബ്ലഡ്
സോ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസും ഇൻ യൂട്രി ഇൻഫെക്ഷൻസൊക്കെ കോമൺ ആണെങ്കിലും ദി പേഷ്യൻറ്റ് ഈസ് ഏബിൾ ടു ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻ. ബട്ട് എന്താണ്, ദി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഒന്നും ആ പേഷ്യൻറ്റിൽ കാണിക്കില്ല. ബട്ട് സിറോളജിക്കൽ ടെസ്റ്റിൽ ഇറ്റ് റിമെയിൻ പോസിറ്റീവ്. ആൻഡ് ഫെയ്റ്റ് ഓഫ് ലേറ്റ് സിഫിലിസ് എന്താ, ഇറ്റ് ക്യാൻ ബി ഏത് സ്പോണ്ടേനിയസ്ലി അത് ക്യൂർ ആവും. സ്പോണ്ടേനിയസ്ലി ക്യൂർ ആയില്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് ലൈഫ് ലോങ് ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ ഇറ്റ് ഡെവലപ്സ് എ ലേറ്റ് സിഫിലിസ്. ആൻഡ് ദെൻ ലേറ്റ് ഓർ ടെറിഷറി സിഫിലിസ്. ലേറ്റ് ഓർ ടെറിഷറി സിഫിലിസ് എന്ന് പറയുമ്പോൾ എന്താ, നേരത്തെ ഇപ്പോൾ സിഫിലിസിൻ്റെ പ്രൈമറി സെക്കൻഡറി ലേറ്റ് സ്റ്റേജ് ലേറ്റൻറ്റ് സ്റ്റേജിലൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ടെറിഷറി സിഫിലിസിലേക്ക് മാറും. ടെറിഷറി എന്ന് പറയുമ്പോഴത്തേക്ക് CNS CVS സിസ്റ്റത്തിലൊക്കെ കൂടുതൽ എഫക്റ്റ് ആയി. CNS ന്യൂറോസിഫിലിസ്, CVS നമുക്ക് കാർഡിയോവാസ്കുലർ സിഫിലിസ് ഉണ്ടാവും. പിന്നെ ഗ്രാനുലോമാറ്റസ് ഡിസ്ട്രക്ഷൻസ്, ലോക്കൽ ഡിസ്ട്രക്റ്റീവ് ഗ്രാനുലോമാറ്റസ് ലീഷൻ ബോണിനെയും സ്കിന്നിനെയൊക്കെ എഫക്റ്റ് ചെയ്ത് തുടങ്ങും. ദെൻ കൺസെൻറ്റഡ് സിഫിലിസ് ഉണ്ട് ഫ്രം മദർ ടു ചൈൽഡ്, ഇറ്റ്സ് ത്രൂ ഫീറ്റൽ ട്രാൻസ്മിഷൻ.